പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് എ സ്ക്രബ് സോപ്പ്. കൈകൊണ്ട് പിഴിയണ നാളികേരത്തിൻ്റെ ഒന്നാം പാലുണ്ടല്ലോ, നാളികേരപ്പാൽ തേച്ച് കുളിക്കുന്ന ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടി തന്നെ നിങ്ങൾക്ക് കുളിക്കാം എന്നുള്ളതാണ്. നമ്മുടെ കൽക്കൻ സ്ക്രബ് ഉപയോഗിച്ചിരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഇടക്കാലത്ത് വെച്ച് നമ്മളോട് കുറച്ചൊരു കംപ്ലയിൻറ്റ് ഇതിനെപ്പറ്റി പറഞ്ഞത് ഉപയോഗിക്കാനുള്ള ചില കൺവീനിയൻസ് ഇഷ്യൂസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ പറ്റിയിട്ടല്ല, അത് ബാത്റൂമിൽ വെച്ച് യൂസ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രകൃതിയുടെ കൽക്കൻ സോപ്പ് എന്നുള്ള പ്രോഡക്റ്റ് ചെയ്തത്. ഇതിലെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് എ സ്ക്രബ് സോപ്പ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രെയിൻസ് പോലെയൊക്കെ കാണാം. ഇത് ആക്ച്വലി വെന്ത വെളിച്ചെണ്ണയുടെ കൽക്കൻ തന്നെയാണ്. പ്ലസ് നമ്മൾ കോക്കനട്ടിൻ്റെ പീരയും കൂടി നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് ടു ഗെറ്റ് ദ സ്ക്രബ് ഫീൽ വെൻ യു ടേക്ക് ബാത്ത്. ഇതിൽ നമുക്കൊരു 4 വേരിയൻറ്റോളം ഉണ്ട്. അത് കസ്തൂരി മഞ്ഞൾ, റെഡ് സാൻഡൽ, കായകൽപ്പം, തുളസി, അങ്ങനെ ഒരു 3-4 വേരിയൻറ്റ്. അതിന് പുറമെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സ്മൂത്ത് സോപ്പാണ് കോക്കനട്ട് മിൽക്ക് സോപ്പ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫ്രഷ് കോക്കനട്ട് മിൽക്കാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് പാസ്ചറൈസ്ഡ് ഓർ ഹോമോജനൈസ്ഡ് ആയിട്ടുള്ള മിൽക്കല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കൈകൊണ്ട് പിഴിയണ നാളികേരത്തിൻ്റെ ഒന്നാം പാലുണ്ടല്ലോ, ആ പാലൊഴിച്ചിട്ടാണ് നമ്മൾ ആ സോപ്പ് ഉണ്ടാക്കുന്നത്. നാളികേരപ്പാൽ തേച്ച് കുളിക്കുന്ന ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടി തന്നെ നിങ്ങൾക്ക് കുളിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം.